കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് പിശാചിനാൽ പരീക്ഷപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് അപ്പോൾ അവന് വിശന്ന്. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. അവൻ പ്രതിവസിച്ചു, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. എൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്ത് വന്നു അവനെ ശുശ്രൂഷിച്ചു. കർത്താവിന്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ലോകം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 3. അതിനെതിരായിട്ട് ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 3. ലോകം പഠിപ്പിക്കുന്നത് പ്രത്യേകം നമുക്ക് ഇഷ്ടമുള്ളതാണ്. ഈശോ പഠിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈശോനിക്കും പ്രലോഭനം നൽകാൻ പ്രലോഭകൻ അവിടെ വന്നു ഈശോ പരീക്ഷിച്ചു. പക്ഷേ അതിനെതിരായിട്ട് ഈശോ ചില കാര്യങ്ങൾ പറഞ്ഞു. വിജയിക്കാനുള്ള അടയാളങ്ങളും തന്നു, കാരണവും തന്നു. അങ്ങനെയാണെങ്കിൽ ലോകം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം പ്രത്യേകം നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ്, സമ്പത്ത്. ഇത് എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിലും മൈൻഡിലും ബോധത്തിലും ബുദ്ധിയിലും ഉള്ളതാണ്. അത് ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ കല്ലൻ കല്ലി എന്ന അർത്ഥം. എല്ലാവരും ഇതിൽ ആരും മാറ്റിവെക്കാൻ പറ്റില്ല. ഈശോയും മാതാവ് മാത്രം മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അത് എല്ലാവരും ഇതിൽ ഉൾപ്പെട്ട വ്യക്തികളാണ്. അച്ഛനെ കൂടെ ഉൾപ്പെടുത്താം. ആദ്യം ചെറിയ കുറിസ് വെച്ചു, ചെറിയ കുറിസ് അങ്ങനെ കയ്യിലങ്ങനെ ഉണ്ട്. പിന്നെ കുറച്ച് വലുത് വെച്ചു. പിന്നെ ഇറ്റലി പോയ ശേഷം ഇങ്ങനെ വലുത് പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ബന്ധന പ്രാർത്ഥിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ധ്യാനമായി ഇരുന്നിട്ടും ഇങ്ങനെ സമ്പത്ത് ചെറുതാണ്, വലുത് എന്താ കൊല്ലാം, ഇന്ന് ചെറുത് വലുതായിട്ട് എന്താ കൊല്ലാം, അങ്ങനെ കളർ മാറ്റി വെച്ചാൽ കൊല്ലാം. ഇങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സൈക്കോളജി ഇറ്റ് പുഷസ് ടു സമ്പത്ത്. അതേപോലെ ഇത് മതി എന്ന് നമ്മൾ ചിന്തിക്കില്ല. ഇന്ന വേണം ഇന്ന വേണം ഇന്ന വേണം എന്ന് കൂട്ടിക്കൊണ്ടേയിരിക്കും സമ്പത്ത്. ഇത് അതുകൂടെ മാത്രം നിൽക്കത്തില്ല. സമ്പത്ത് അതിനടുത്ത് സ്ഥാനം പിടിക്കും. സമ്പത്ത് നേടുന്ന ഓരോ വ്യക്തിയും അടുത്ത സ്ഥാനം പിടിക്കാൻ ആഗ്രഹിക്കും. ഇപ്പം കേട്ടിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ, PS എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോലീസ്, ഓർഡിനറി പോലീസാണ്, എനിക്ക് PS എഴുതി അടുത്തത് വേറെ ഏதாவது നേടിയെടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതിൽ തികയില്ല, ക്ലർക്കായിട്ട് തന്നെ ഞാൻ ജോലി ചെയ്യുന്നു, ഇതിൽ കിട്ടുന്ന പൈസ എനിക്ക് തികയത്തില്ല, അതുകൊണ്ട് ഇന്നും കുറച്ച് കൂടി എനിക്ക് പൈസ വേണം, ശമ്പളം വേണം, അതുകൊണ്ട് അടുത്തത് സ്ഥാനം പിടിക്കാൻ എഴുതിയെടുത്ത് സ്ഥാനം പിടിക്കാം. ഈ സമ്പത്ത് ഓർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥാനം പിടിക്കാൻ നമ്മുടെ മൈൻഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ
ഓരോന്നായിട്ട് കാണിച്ചു കിട്ടുക പിശാച് പ്രലോഭകൻ ഈശോ എടുത്ത്. നീ വാട ജെറുസലേമിലെ ദേവാലയത്തിൽ മുകളിൽ കയറ്റി കാണിച്ചു കിടുക, രാജ്യങ്ങളെ കാണിച്ചു കിടുക, മഹത്വത്തെ കാണിച്ചു കൊടുക്കുക, ഈ കല്ല് കാണിച്ചു കൊടുക്കുക. ഓരോന്നായിട്ട് പ്രലോഭകൻ ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണം. സമ്പത്തെ കാണിച്ചു കൊടുക്കണം, സ്ഥാനത്തെ കാണിച്ചു കൊടുക്കണം. സ്ഥാനത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് മൂന്നാമത്തെ കാര്യം സൗകര്യം. സമ്പത്ത് നേടുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് സ്ഥാനം പിടിക്കാൻ മുന്നോട്ട് പോകും. സ്ഥാനം പിടിക്കുന്ന ഒരു വ്യക്തി അവൻ നല്ല രീതിക്ക് സൗകര്യമായിട്ട് ഇരിക്കാൻ. ഇപ്പോൾ ഒരു മുറി മതി, നല്ല ഒരു കട്ടിൽ മതി കിടക്കാൻ. ആ മുറിയിൽ AC നല്ല കൊലുകൊലുന്ന് ജില്ലെടുക്കാൻ, AC നല്ല സോഫ്റ്റായിട്ട് കിടക്കാൻ, പഞ്ചുമെത്തല കിടക്കുന്ന പോലെ നമ്മ മുകളിൽ കിരാണം പാടില്ല, അസ്വസ്ഥ വരാൻ പാടില്ല. അങ്ങനെ ദിവാൻ കോട്ട് ഒരു സ്വസ്ഥമായിട്ട് കിടക്കാനുള്ള കോട്ടാണ്. അതിൽ ഇന്നും കിടന്ന് നല്ല രീതിക്ക് ഇരുന്നാലേ ഉറക്കം വരണം. അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിക്ക് മുൻപ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഈ കുടത്തിൽ വെള്ളം കൊണ്ടുവരും വീട്ടിലേക്ക്. ഇപ്പം അനങ്ങാതെ വേദനിക്കാതെ വീട്ടിലിരിക്കുമ്പോൾ അടുക്കലിൽ ഈ ടാപ്പ് വന്നിങ്ങനെ നിൽക്കും. ഈ മൂർക്കം പോലെ ഇങ്ങനെ വന്നിരിക്കും. അത് നിനക്കിട്ടേ ഓപ്പൺ ചെയ്യാം. കുണിയണ്ട, സൗകര്യം. അപ്പോൾ ഓട്ടോമാറ്റിക്ക സമ്പത്ത് അന്വേഷിക്കവൻ ഓട്ടോമാറ്റിക് സ്ഥാനത്ത് കണ്ടെത്തുവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ സൗകര്യം അന്വേഷിച്ചു പോകും. ഇത് മൂന്നും ഈ പ്രലോഭകൻ ഈശോയ്ക്ക് തന്ന് ഇതെല്ലാം ഞാൻ എനിക്ക് തരാം, നീ എന്താ നീ രക്ഷപ്പെടും. അപ്പൊ ഈശോ വചനം വഴി കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ പ്രലോഭനക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈശോ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എത്രമാത്രം പ്രലോഭകൻ സമ്പത്ത് വഴിയായിട്ടും സ്ഥാനം വഴിയായിട്ടും സൗകര്യം വഴിയായിട്ടും പ്രലോഭനം നൽകിയാലും അതൻ വഴിയെ പുറമെ പോകുന്ന വ്യക്തിയല്ല. പകരം അപ്പാ പിതാവ് എനിക്ക് വേറെ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, ആ കാര്യം നിനക്ക് പഠിപ്പിക്കുക. അതേ കാര്യം ഇന്ന് ഈ 5 മണി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കൾക്കും ഞാൻ പഠിപ്പിക്കാൻ പോവുക എന്ന് ഇന്ന് ഈശോ നിങ്ങൾക്കും അന്ന് പ്രലോഭനക്ക് പഠിപ്പിച്ച ആ 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അപ്പൊ പ്രലോഭൻ പറഞ്ഞ നിങ്ങളെ പിശാചില്ല. അന്ന് പ്രലോഭനക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ 3 ഇന്ന് ഈശോയുടെ മക്കൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 3. അപ്പോൾ ആദ്യം വചനം, ആദ്യത്തെ കാര്യം. ഈ പ്രലോഭൻ പറയുന്നത് സമ്പത്ത്, ഇങ്ങനെ പറയുന്നത് വചനം. വചനത്തെ വായിക്കുന്ന ഏതൊരു വ്യക്തിയും തിന്മയിലേക്ക് പോകില്ല, അത് ഉറപ്പാണ്. ഗാന്ധിജി ബൈബിളെ വായിച്ചു, അങ്ങേര് പറയുന്നത് ഐ ലൈക്ക് ക്രൈസ്റ്റ്, ഐ ഹേറ്റ് ക്രിസ്ത്യൻസ്, അങ്ങനെ പറയുന്നു. വചനം വായിച്ചത് കൊണ്ട് മഹാത്മാഗാന്ധി എനിക്ക് ഈശോ ഇഷ്ടമാണ്, പക്ഷേ ഈശോ വഴി വന്ന ഈ ക്രിസ്ത്യൻസ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ക്രിസ്ത്യൻസ് വചനം വായിക്കാത്ത ആൾക്കാരും പേருக்கு ക്രിസ്ത്യൻ, പേருக்கு നോൻപ്, പേருக்கு ഉപവാസം, പേർക്ക് ദാനധർമ്മം ഇത്. പക്ഷേ യഥാർത്ഥത്തിൽ വചനം വായിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു സെന്റൻസ്, ഒരു വേർഡ്സ്, ഒരു വാക്യം വായിക്കുന്നുണ്ടോ? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എല്ലാ വർഷവും ഈ ദിവസകാലം പറഞ്ഞിട്ട് നന്നായിട്ട് അഭിനയിച്ച് ആരാധിക്കാനും, അഭിനയിച്ച് നോമ്പിരിക്കാനും, അഭിനയിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം പറ്റും. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ആരാധിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, നോൻപിരിക്കുന്നു, ഉപവാസം ഇരിക്കുന്നു, പക്ഷേ എൻ്റെ സെൽഫ് എങ്ങനെയാ, എൻ്റെ മനസ്സ് എങ്ങനെയാ, എൻ്റെ പെരുമാറ്റം എങ്ങനെയാ, എൻ്റെ സ്നേഹം എങ്ങനെയാ, എൻ്റെ വാക്ക് എങ്ങനെയാ, എൻ്റെ ദേഷ്യം എങ്ങനെയാ, എൻ്റെ കരുതൽ എങ്ങനെയാ ചോദിക്കുന്നു. വചനം വായിച്ചാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് നന്മയായിട്ട് മാറും. അത് നമ്പർ 1 ഈശോ പറയുന്നത്. നമ്പർ 2, വചനം വായിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിക്കണമെന്ന് തോന്നും. നമ്പർ 2 പ്രാർത്ഥന. അതാണ് ഈശോ പ്രാർത്ഥനയെ കുറിച്ച് ഈ സുവിശേഷത്തിൽ പറയുക. നമ്പർ 1 വചനം, നമ്പർ 2 പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വസിക്കും. വിശ്വാസം ഇല്ലാതെ വ്യക്തി പ്രാർത്ഥിക്കില്ല. അതിക്ക് പറയുന്നത് നിരീശ്വരവാദിന് പറയുന്നത്. അവന് വിശ്വാസം ഇല്ലാതെ കൊണ്ട് അവൻ നിരീശ്വരവാദി. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയായാലും അവൻ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ ഇത് 3 ഇന്റർ കണക്റ്റഡ്. വചനം, പ്രാർത്ഥന, വിശ്വാസം. വിശ്വസിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വചനം വായിക്കും, വചനം വായിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വിശ്വസിക്കും. ഇത് 3 ഇന്റർ കണക്റ്റഡ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഇത് 3 ഇന്റർ കണക്റ്റഡ്. അതേപോലെ ഈ പ്രലോഭകൻ പറയുന്നതും സമ്പത്ത് പിന്നെ സൗകര്യം, അത് സ്ഥാനം. സമ്പത്ത്, സ്ഥാനം, സൗകര്യം, ഇതും ഇന്റർ കണക്റ്റഡ്. സൗകര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട്
അടുത്തടുത്ത് വേറെ പുതിയ ജോലി, പുതിയ ഉയർച്ച കാണണം, സ്ഥാനം പിടിക്കണം, എട്ടിപ്പിടിക്കണം, കയറി പിടിക്കണം എന്നുള്ള മനോഭാവം വരും. അതും ഇന്റർകണക്ട്. അപ്പൊ പിശാചും ലൂസിഫർ പോലെ, ബാഹാൽ ബെഹർ പോലെ, ബെൽസബുൾ പോലെ ഈ ട്രയാങ്കിൾ ഉണ്ട്, ഇന്റർകണക്റ്റഡ്. സമ്പത്തും സൗകര്യം, സ്ഥാനം, ഇത് മൂന്നും ഇന്റർകണക്റ്റഡ്. അതേപോലെ ഈശോ പറയുന്ന കാര്യങ്ങൾ മൂന്നും ഇന്റർകണക്റ്റഡ്. ഇപ്പോ പിശാചിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ സമ്പത്ത്, സ്ഥാനം, സൗകര്യം എൻ്റെ ജീവിതത്തിൽ പ്രത്യേകം ഒരുപാട് എൻ്റെ ജീവിതത്തെ അടിമപ്പെടുത്തുന്ന അടയാളങ്ങൾ കാണിച്ചു കൊടുക്കണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അടിമപ്പെട്ടു പോയ വ്യക്തിയാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ കുറച്ച് അടിമപ്പെട്ട് കാണും. ഇന്നലെ ഒരു ചേട്ടൻ വന്നു, അച്ഛാ 2 ദിവസം പിടിച്ചു നിന്ന് മീൻ കഴിക്കാൻ എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി മീൻ അറിയാതെ കഴിച്ചു പോയി. അത് ചുമ്മാ അറിയാതെ കഴിച്ചു പോയി, ചുമ്മാ. നല്ല രീതിക്ക് പ്രാർത്ഥിക്കണം, ഉപവാസിക്കണം, അത് തോന്നും. അറിയാതെ കഴിച്ചു പോയി. അങ്ങനെ അവനും ക്രിസ്ത്യനും ഇവനും ക്രിസ്ത്യനും, 2 പേരും ക്രിസ്ത്യനും. കൊണ്ടുപോയി മീൻ കഴിച്ചിട്ട് വന്നു. ഇന്റർകണക്റ്റഡ്. പ്രലോഭനം, സൗകര്യം, ബിസിനസ്, ഇതെല്ലാം ഇന്റർകണക്റ്റഡ്. അപ്പൊ പിശാചിന്റെ പുറമെ പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള മക്കളായിട്ട് മാറും. അപ്പൊ ഈശോയുടെ പുറമെ പോയാൽ തീർച്ചയായിട്ട് വചനം, പ്രാർത്ഥന, വിശ്വാസം, ഇത് മൂന്നും ഇന്റർകണക്റ്റഡ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ ഞാൻ ആരാണ്? പിശാചിന്റെ പ്രലോഭകൻ വഴിവന്ന മക്കളാണോ? ഈശോയുടെ വഴിവന്ന മക്കളാണ്? യേശുവിന്റെ വഴിവന്ന മക്കളാണോ? പ്രലോഭകൻ വഴിവന്ന മക്കളാണോ? പ്രലോഭൻ വഴിവന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ട് നമ്മൾ നശിച്ചു പോവുകയുള്ളൂ, കുഴിയിൽ വീഴുകയുള്ളൂ. നമ്മൾ ഒരിക്കലും പാഠം പഠിക്കത്തില്ല. നമ്മൾ വഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സെൽഫ് വരും, ആ പറ്റുന്ന വ്യക്തി വരും, ആ പറ്റുന്ന വ്യക്തി വഴിയായിട്ട് കുടുംബത്തിന് വരും, കുടുംബത്തിന് വഴിയായിട്ട് ആ സ്ഥലത്ത് വരും, സ്ഥലത്ത് വഴിയായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെയും അത് ബാധിക്കും. ഈ പ്രലോഭകൻ അങ്ങനെയാണ്, പിശാച് അങ്ങനെയാണ്. അപ്പൊ ചിന്തിക്കണം, ഞാൻ ആരാണ്? ഈ സമ്പത്ത് വഴി വന്ന വ്യക്തിയാണോ? സമൃദ്ധി വഴി വന്ന വ്യക്തിയാണോ? സൗകര്യം വഴി വന്ന വ്യക്തിയാണോ? സ്ഥാനം വഴി വന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ഈശോയുടെ വഴി വന്ന വ്യക്തിയാണോ? പ്രാർത്ഥന വഴി വന്ന വ്യക്തിയാണോ? ഈ വചനം വഴി വ്യക്തിയാണോ? വിശ്വാസം വഴി വന്ന വ്യക്തിയാണോ? വചനം വഴി വരുന്ന വ്യക്തിയായിട്ടും, പ്രാർത്ഥന വഴി വരുന്ന വ്യക്തിയായിട്ടും, വിശ്വാസം വഴി ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ടും മാറാനും വളരാനും ജീവിതത്തെ വാർത്തെടുക്കാനും ജീവിതത്തെ അലങ്കരിക്കാനും, പ്രാർത്ഥന വഴി അലങ്കരിക്കാനും, വചനം വഴി അലങ്കരിക്കാനും, വിശ്വാസം വഴി അലങ്കരിക്കാനും നമ്മൾ ശ്രദ്ധിക്കാം. അതിനുവേണ്ടി 2 കരങ്ങളിൽ സരസ്വ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ, അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ വിപത്തുകളും എന്നെ കാത്തുകൊള്ളണേ. സംഗീതം 47:1. God bless you, God bless you, God bless you, many people, God bless you all. ഈശോയെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.